Hi all. ജെമിൻ 2026 ഫസ്റ്റ് ഫേസ് ജാനുവരി 22 സെക്കൻഡ് ഷിഫ്റ്റിലെ തേർഡ് ക്വസ്റ്റൻ ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദ ക്വസ്റ്റൻ ഈസ് ഫ്രം റിലേഷൻ അല്ലെ, അഥവാ നമ്മുടെ സെറ്റ് റിലേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ റിലേഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ അല്ലേ? എന്താണ് ക്വസ്റ്റൻ നോക്കണേ. ദി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ റിലേഷൻ ആർ ഈസ് ഈക്വൽ ടു എക്സ് കമ വൈ സച്ച് ദാറ്റ് 4x² പ്ലസ് y² ഈസ് ലെസ് ദാൻ 52 വേർ എക്സ് കമ വൈ ബിലോങ്സ് ടു എന്താണ് Z എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല, ഈ റിലേഷനിൽ എത്ര മെമ്പർ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. റെഡിയല്ലേ? ആൻഡ് ഇവിടെ എക്സും വൈയും എന്താണ് ഇസഡ് ആണ്, അഥവാ ഇൻറ്റിജർ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റെഡിയല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ആക്കാൻ വേണ്ടി പറ്റും അല്ലേ. അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ 4x² പ്ലസ് y² ലെസ് ദാൻ 52 ആണ്. റെഡിയല്ലേ? അപ്പോൾ ഞാൻ ഇവിടുന്ന് എന്താണ് y² ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അല്ലെ. എന്താണ് y² ഇസ് ഈക്വൽ ടു 52 മൈനസ് എന്താണ് 4x² എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കി. റെഡിയല്ലേ? y² ഇസ് ഈക്വൽ ടു 52 മൈനസ് 4x² എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കി. ഓക്കെ അല്ലേ? എന്നിട്ട് ഞാൻ എക്സിന് ഓരോ വാല്യൂസ് ഞാൻ എന്ത് ചെയ്യണം മക്കളെ കൊടുക്കുകയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏതൊക്കെ വൈ വാല്യൂസ് കിട്ടും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് അത്രയും നമുക്ക് എന്ത് കിട്ടും മക്കളെ? യെസ്, എലമെന്റ്സ് നമുക്ക് കിട്ടും. റെഡിയല്ലേ? ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഓക്കെ നമുക്ക് നോക്കാം. അപ്പം ഞാൻ ആദ്യം എന്താക്കുക, ഇവിടെ എക്സ് എന്ന് എഴുതുന്നു അല്ലെ, അതേപോലെ ഇവിടെ വൈ എന്ന് എഴുതുകയാണ് അല്ലെ. അപ്പം ഞാൻ എക്സിന് ഞാൻ 0 കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. റെഡിയല്ലേ? ഓക്കെ അല്ലേ? എക്സ് 0 കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇനിക്വാലിറ്റി എന്താ കിടക്കുന്നത്? നമ്മുടെ ഇനിക്വാലിറ്റി കിടക്കുന്നത് y² ഈസ് വാട്ട് ലെസ് ദാൻ 52 മൈനസ് എക്സ് 4x² ആണ്. റെഡിയല്ലേ? 52 മൈനസ് എന്താണ് മക്കളെ? യെസ്, 4x² ആണ്. റെഡിയല്ലേ? അപ്പോൾ ഞാൻ എക്സിന് ഞാൻ 0 കൊടുക്കുകയാണെങ്കിൽ അല്ലെ, വിച്ച് ഇംപ്ലൈസ് എന്താണ് y² ഇസ് ലെസ് ദാൻ എന്താണ് 52 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ y² ലെസ് ദാൻ 52 ആകുന്ന y വാല്യൂസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ മക്കളെ? യെസ്, എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയാട്ടെ, വൈക്ക് എനിക്ക് 0 കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ഓക്കെ അല്ലേ? വൈക്ക് 0 കൊടുക്കാൻ വേണ്ടി പറ്റുമോ? യെസ്. ഓക്കെ അല്ലേ? പറ്റും. ഓക്കെ, എന്തുകൊണ്ടാണ് വൈക്ക് 0 കൊടുക്കാൻ വേണ്ടി പറയുന്നത്? കാരണം നമുക്ക് ഇവിടെ ഈ കേസിൽ പറയുന്നത് എന്താണ്? യെസ്, ഇവിടെയാണെങ്കിൽ പറയുന്നത് എന്താണ്? യെസ്, വൈ ലെസ് ദാൻ എന്താണെന്ന് y² ലെസ് ദാൻ 52 എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? y² ലെസ് ദാൻ 52 ആണ്. അപ്പോൾ വൈക്ക് എനിക്ക് 0 കൊടുക്കണം, കാരണം 0² എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 52 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ വൈക്ക് എനിക്ക് 1 കൊടുക്കാൻ വേണ്ടി പറ്റുമോ? യെസ്, പറ്റും. കാരണം 1² എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 52 ആണ് അല്ലേ. അപ്പോൾ 1 മാത്രമല്ല, +1 മാത്രമല്ല മക്കളെ, -1 നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. കാരണം -1² എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ദാറ്റ് ഇസ് ലെസ് ദാൻ 52 ആണ് അല്ലേ. അതുപോലെ 2 കൊടുക്കാൻ വേണ്ടി പറ്റുമോ? യെസ്, പറ്റും അല്ലേ. അങ്ങനെയാണെങ്കിൽ -2 കൊടുക്കാൻ വേണ്ടി പറ്റും. 3യും -3യും കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. അതേപോലെ 4ഉം -4ഉം കൊടുക്കാൻ വേണ്ടി പറ്റും. 5ഉം -5ഉം കൊടുക്കാൻ വേണ്ടി പറ്റും. 6ഉം -6ഉം കൊടുക്കാൻ വേണ്ടി പറ്റും. 7ഉം -7ഉം കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. കാരണം 7ന്റെ സ്ക്വയർ 49 ആണ്. ദാറ്റ് ഇസ് ലെസ് ദാൻ 52 അല്ലേ. പക്ഷേ 8ഉം -8ഉം കൊടുക്കാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ഓക്കെ, എക്സ് 64 ആണ്. അത് ദാറ്റ് ഇസ് നോട്ട് ലെസ് ദാൻ എന്താ 52 അല്ലേ. അത് 52നേക്കാളും എന്തല്ല മക്കളെ, ചെറുതല്ല. റെഡിയല്ലേ? അപ്പോൾ ഇത്രയും പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, എത്ര കേസുകൾ പറ്റിയാണ് മക്കളെ? ഇവൻ എത്ര കേസുകൾ പറ്റി? യെസ്, എത്ര കേസുകൾ പറ്റി? നിങ്ങൾ നോക്കിയാട്ടെ, എത്ര കേസുകൾ പറ്റി? ഒരു മിനിറ്റ്. യെസ്, ഓക്കെ, നോക്കണേ അല്ലെ. എക്സിന് ഞാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ y 0 ആവാം അല്ലെ. പിന്നെ +1 -1 ഇവിടെ ഇത് 14 വരും. 15 കേസുകൾ ഇവൻ പറ്റി. റെഡി അല്ലേ? 15 കേസ്. റെഡി? ഇനി അടുത്തത് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഞാൻ എക്സിന് എന്താക്കാം, 1 കൊടുക്കുകയാണ്. മനസ്സിലായോ? എക്സിന് 1 കൊടുക്കുകയാണ്. അപ്പോൾ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഇവിടെ നേരത്തെ എക്സിന് 0 കൊടുത്തപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ y² ലെസ് ദാൻ 52 ആണെന്ന് പറഞ്ഞു. അപ്പോൾ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാലോ? യെസ്, y² ഈസ് ലെസ് ദാൻ 52 - 4 × 1² എന്ന് പറയുമ്പോൾ 48. ഓക്കെ അല്ലേ? y² ലെസ് ദാൻ 48 ആവണം. ഓക്കെ അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഒന്നിക്കൽ 0 ആവാം അല്ലേ. കാരണം 0² ലെസ് ദാൻ 48 ആണ്. +or -1 അല്ലേ, അതും ലെസ് ദാൻ 48 ആണ്. +or -2 ആവാം, +or-3 ആവാം, +or-4 ആവാം, അതേപോലെ +or-5 ആവാം, +or-6 വരെ ആകാം അല്ലേ. കാരണം 6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, 36 ആണ്. ദാറ്റ് ഇസ് ലെസ് ദാൻ 48. റെഡി അല്ലേ? പക്ഷേ +or-7 ആവാൻ വേണ്ടി പറ്റുമോ? പറ്റത്തില്ല അല്ലേ. എന്തുകൊണ്ടാണ് പറ്റാതെ അല്ലേ? കാരണം 7ന്റെ സ്ക്വയർ 49 ആണ്. ദാറ്റ് ഇസ് നോട്ട് ലെസ് ദാൻ എന്താ 48 അല്ലെ. 48നേക്കാളും എന്തല്ല, ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ്. റെഡി അല്ലേ? അപ്പോൾ ഇവൻ എത്ര എണ്ണം പറ്റുമോ മക്കളെ? ശ്രദ്ധിക്കുക, ടോട്ടൽ ഇവൻ എത്ര എണ്ണം പറ്റി ഇവൻ? കമോൺ, എത്ര എണ്ണം പറ്റി? നിങ്ങൾ നോക്കിയാട്ടെ. 1 അല്ലെ 13 എണ്ണം പറ്റി. ശരിയല്ലടാ? എത്ര എണ്ണം പറ്റി? 13 എണ്ണം പറ്റി. റെഡിയല്ലേ? ഇനി മക്കളെ അടുത്തത് വാട്ട് ഇസ് നെക്സ്റ്റ്? നമുക്ക് എക്സിന്
1 കൊടുത്തു അല്ലെ മക്കളെ, 1 കൊടുത്തു, റെഡി അല്ലേ? ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ എക്സിന് ഞാൻ -1 കൊടുത്താലോടാ, എക്സിന് -1 കൊടുത്താൽ സെയിം സംഭവം തന്നെ കിട്ടുക അല്ലേ? കാരണം എക്സിന് -1 കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ, എക്സിന് ഞാൻ -1 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അപ്പോഴും y² ഇസ് ലെസ് ദാൻ 52 - 4 × -1 ദ ഹോൾ സ്ക്വയർ അല്ലെന്ന് പറയാൻ എന്താണ് മക്കളെ, യെസ് 48 തന്നെയാണ് അല്ലെ? y² ഇസ് വാട്ട് ലെസ് ദാൻ എന്താണ്, യെസ് 48 തന്നെയാണ്, റെഡി അല്ലേ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇത്രയേ ഉള്ളൂ മക്കളെ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഞാനിവിടെ -1 അല്ലെ എന്ന് പറഞ്ഞ സാധനം ഞാൻ എന്താക്കുന്നില്ല, പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ട, ഒരു വേറെ കേസ് ആയിട്ട് എടുക്കണ്ട, നമുക്കിവിടെ +or -1 ഒരുമിച്ച് പറഞ്ഞാൽ മതി, റെഡി അല്ലേ? അപ്പൊ ഇവിടെ ഞാൻ -1 വേറെ തന്നെ കേസ് ആക്കി ഇവിടെ 13 എന്ന് എഴുതിയതിന് പകരം, റെഡി അല്ലേ? യെസ്, ഓക്കെ, ഞാൻ എന്താക്കുക, +or-1 ഒറ്റ കേസ് ആക്കി എടുത്തിട്ട് ഇവിടെ 13 × 2 അല്ലെ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 26 എന്ന് നമുക്ക് എന്താക്കാൻ പറയാം, റെഡി അല്ലേ? യെസ്, ഓക്കെ അല്ലെ, 26 എന്ന് നമുക്ക് പറയാം, റെഡി അല്ലേ? അപ്പൊ അതല്ലേ നല്ലത് അല്ലെ? വേറെ തന്നെ കേസ് ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനി അടുത്ത നമുക്ക് ഇതേപോലെ തന്നെ എക്സ് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, യെസ് പഠിച്ചിട്ട് എക്സിന് ഞാൻ എന്ത് ചെയ്യണം, 2 കൊടുക്കണം. അപ്പൊ എക്സിന് ഞാൻ 2 കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ, പഠിച്ചിട്ട് എക്സിന് ഞാൻ 2 കൊടുത്തു കഴിഞ്ഞാൽ y² ഈസ് ലെസ് ദാൻ 52 മൈനസ് അല്ലെ, 52 - 4 × 2² എന്ന് പറഞ്ഞാൽ 4 × 4 അല്ലെ, അഥവാ y² ലെസ് ദാൻ എന്താണ്, 36, റെഡി അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവനിക്ക് എന്താ കൂടെ 0 കൊടുക്കാം അല്ലെ, +or-1 കൊടുക്കാം, അതായത് +or-2 കൊടുക്കാം, +or-3 കൊടുക്കാം, +or-4 കൊടുക്കാം, +or-5 കൊടുക്കാം, പക്ഷേ +or-6 കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. കാരണം എന്താ, 6ന്റെ സ്ക്വയർ 36 ആണ്, ദാറ്റ് ഈസ് നോട്ട് ലെസ് ദാൻ എന്താ, യെസ് 36 അല്ലെ? അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര കേസ് വന്നു, ഇവിടെ യെസ് 11 കേസ് വന്നു, ശരിയല്ലേ? ഓക്കെ, പക്ഷെ ഇവിടെ +2 കൊടുക്കുമ്പോഴാണ് 11 കൊടുത്തത്, അതേപോലെ -2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 11 കേസ് വരും. ഇപ്പൊ ടോട്ടൽ 22 കേസായി എന്ന് പറയാം, റെഡി അല്ലേ? ഇനി അവിടുത്തെ ശ്രദ്ധിക്കുക, ഞാൻ എന്താക്കുന്നത്, ഇവിടെ 3 കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് 3 കൊടുത്തു കഴിഞ്ഞാൽ x = 3 കൊടുത്തു കഴിഞ്ഞാൽ y² ഈസ് ലെസ് ദാൻ അല്ലെ 52 മൈനസ് എന്താണ്, യെസ് 4 × 3² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാമത് എന്താണ്, 9 ആണ്, റെഡി അല്ല? അപ്പൊ നമുക്ക് ഇവിടെ യെസ് ഓക്കെ 52 - 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ, യെസ് 16 ആണ്, ഓക്കെ അല്ല? അപ്പൊ എക്സിന് 0 കൊടുക്കാം, ഓക്കെ, സംബന്ധിച്ചു +or-1 കൊടുക്കാം, +or-2 കൊടുക്കാം, +or-3 വരെ കൊടുക്കാം, റെഡി അല്ല? എന്നാൽ +or-4 കൊടുക്കാൻ വേണ്ടി പാടില്ല. കാരണം വൈക്ക് ഞാൻ +or-4 കൊടുത്താൽ y² 16 ആണ്, നോട്ട് ലെസ് ദാൻ 16 അല്ലേ? 16 എന്തല്ല, കുറവല്ല, റെഡി അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എത്ര കേസ് വന്നൂടാ, ഇവിടെ 3 3 6 6 വന്നു, 7 കേസ് വന്നു, റെഡി അല്ലേ? 7 കേസ് വന്നൂടാ മക്കളെ, യെസ് 7 കേസ് വന്നു, റെഡി അല്ലേ? അപ്പൊ 7 അപ്പൊ +3 കൊടുത്തപ്പോഴാണ് 7 കേസ് വന്നത് അല്ലെ? അതേപോലെ തന്നെ -3 കൊടുത്താൽ നമുക്ക് 7 കേസ്. അപ്പൊ നമുക്ക് ടോട്ടൽ എവിടെ എത്രയും മക്കളെ, 14 കേസ് ഒന്ന് വരും. എടാ ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് കേസസ് നമുക്ക് എന്താക്കാം, ഇനി കൗണ്ട് ചെയ്യാലോ അല്ലെ? ടോട്ടൽ നമ്പർ ഓഫ് കേസസ് നമുക്ക് എന്താക്കാം, കൗണ്ട് ചെയ്യാം അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, എത്രയാണ്, 15 അല്ലെ? പിന്നെ എന്താണ്, പിന്നെ എന്താണ്, യെസ് 26 അല്ലെ? പിന്നെ എന്താണ്, 22 അല്ലെ? അല്ലടാ മക്കളെ, പിന്നെ എന്താണ്, 14, റെഡി അല്ലേ? അപ്പൊ ഇത്രയും കേസുകൾ നമുക്ക് എന്താണ് പോസിബിൾ, ഇവരെ നമ്മൾ എന്താക്കിയാൽ മതി, ആഡ് ചെയ്താൽ മതി. ഓക്കെ, 15 - 26 31 31 അല്ലെ? 31 21 53 53 14 67 എന്ന് വരും, ശരിയല്ലേ? ശരിയല്ലേ? 15 26 15 26 31 അല്ലേ? അല്ല സോറി 41 41 22 എത്രയാടാ, 63 അല്ലെ? 63 മുതൽ 77 എന്ന് വരും, റെഡി അല്ലേ? 77 ഈസ് ദ റൈറ്റ് ആൻസർ, ഓക്കെ അല്ലേ? ഓപ്ഷൻ 1 77, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇത്രയും ഓർഡേഡ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അല്ലെ? അതായത് 0 0 അല്ലെ, 0 +1 0 -1 അങ്ങനെ ഇപ്പൊ കേസുകളൊക്കെ കൗണ്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് നമ്മളെ വളരെ എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക്. ഓക്കെ, കാണാം അടുത്ത ക്വസ്റ്റ്യൻ.